ഒരു മണവാട്ടി ചിക്കൻ ഉണ്ടാക്കിയത് ഒരു ഫുൾ കോഴി വെച്ചിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കണേ, എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫുൾ കോഴി വേണം ഇതിന്. ആ ഫുൾ കോഴി നല്ലോണം കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇവക്കൊരു മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചതാണ്. മേക്കപ്പ് ബോക്സ് ഇതാ തുറന്ന് വെച്ചേക്ക്. അപ്പോൾ കോക്ക് വേണ്ടിയ മേക്കപ്പ് സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ വേണം കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിലേക്ക് ശേഷം ഈ മസാലപ്പൊടി, അതായത് ഈ ചിക്കൻ പൊരിക്കുന്ന മസാലപ്പൊടിയാണ് അത്. അതിന് ശേഷം അതിലേക്ക് ഒരു കുരുമുളക് പൊടി. അതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം സൂർക്കൊഴിച്ചതിന് ശേഷം അതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയിട്ട് നല്ലോണം ഒന്ന് ഫുള്ളൊന്ന് മിക്സാക്കിയതിന് ശേഷം നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. ഫുള്ളും മേക്കപ്പ് ഇട്ട് സുന്ദരിയാക്കണ്ടേ, അതിനാണ് നല്ലോണം മസാല ഇട്ട് അപ്പുറം ഇപ്പുറമൊക്കെ വരട്ടതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എത്തുള്ളൂ. അതേപോലെ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതാക്കിയാൽ മതി കേട്ടോ. മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ പകലാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്താക്കണം, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ, എന്നാലാണ് മസാല എല്ലായിടത്തും പിടിച്ച് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മസാല നല്ലോണം പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. മസാല തേച്ച് നല്ല സെറ്റാക്കിയിട്ടോളാം കിടത്തേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിനും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേനും. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ശേഷം കറിവേപ്പിലയിട്ടോളം എല്ലാം അങ്ങോട്ട് കിടത്തി. ഇതെന്തിനാ ഹാഫിൽ വെക്കണേ, എന്നാലാണ് എന്താവുള്ളൂ, പൊരിഞ്ഞ് വരികയുള്ളൂ. അല്ലാണ്ട് കരിഞ്ഞു പോവുകയുള്ളൂ, പൊരിയല. അപ്പോൾ നല്ലോണം ഹാഫ് വെച്ചാലും ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ. ഉള്ളൊക്കെ അപ്പുറം ഈ മുന്നിൽ മേലെ സൈഡാണ് നല്ലോണം എന്താണ്ട് പൊരിയേണ്ടത്, അതായത് വെന്ത് കിട്ടേണ്ടത്. ഉള്ളൊക്കെ വേവണമെങ്കിൽ ഹാഫ് തന്നെ വെക്കണം. പിന്നെ അതേപോലെ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ആദ്യം ഇതിട്ടേനും ഈ വലിയുള്ളിയും അണ്ടിയും മുന്തിരി നല്ലോണം പൊരിച്ച് വെച്ചിരുന്നു. കാരണം അത് ഇതിന് മസ്റ്റായിട്ട് വേണ്ട സംഭവമാണ് കേട്ടോ. അതെന്നോട് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അത് പൊരിച്ച് വെക്കണേ, അത് ആരും മറന്നു പോകണ്ട. അണ്ടിയും മുന്തിരിയും പൊരിച്ച് വെക്കണം. ഉള്ളിയും നമ്മൾ ബിരിയാണിക്ക് പൊരിച്ച് വെക്കൂലേ, അതേപോലെ ഇപ്പുറം മറിച്ചിട്ട് നല്ലോണം പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആയിക്കോട്ടെ കേട്ടോ. ബ്രൗൺ കളറാകുന്നത് വരെ, അതിൻ്റെ പച്ചമണവും ഇതൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലോണം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഫുള്ളൊന്ന് അതിൻ്റെ തക്കാളീൻ്റെ എല്ലാം വെന്ത് ഉടയുന്ന പാകത്തിൽ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ പെരക്കി വെച്ച മസാല ബാക്കിയില്ലേനോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചതാണ്. വേറെ ഒരു മുളകും പൊടി ഒന്നും ഇട്ടിക്കില്ല. ചിക്കൻ്റെ മസാല വരയ്ക്കേണ്ട ബാക്കിയാണത്. അത് നല്ലോണം ഇട്ട് അതിൻ്റെ ഒരു മൂത്ത് വഴന്നതിന് ശേഷം നമുക്ക് തണിയാനതിൻ്റെ മുന്നേ നിങ്ങൾ മിക്സിയിലിട്ടാൽ മിക്സി വടക്കായി ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നതിന് ശേഷം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ പാർന്നതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച നമ്മൾ അരച്ച് വെച്ച മസാല ഇല്ലേ, അത് അതിലേക്ക് ഇടുക. അതിലിട്ടതിന് ശേഷം അതൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇടുന്നത്.
എന്നതിന് ശേഷം ഇതേപോലെ കോരി ഒഴിച്ച് ഫുള്ളും മസാലകളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിക്കുക. ചിക്കൻ എടുത്ത് മെല്ലെ അതെല്ലായിടത്തും ഒന്ന് പറ്റി റെഡിയായി വന്നതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം സുന്ദരിയായിട്ട് കുത്തിരിക്കുന്ന മുട്ടയും ഞാൻ പറയില്ലേ ഉള്ളിയും പൊരിച്ചിട്ടുണ്ടതിനൊന്ന് അപ്പോൾ എന്താക്കുക, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി പറയും, ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണേ. നിങ്ങളാരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടി എന്നോടൊന്ന് പറയണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഓല മുന്നിൽ നമുക്ക് സ്റ്റാർ ആവുകയും ചെയ്യാം. പിന്നെ അപ്പോൾ ഓലോട് ഇത് പറഞ്ഞും കൊടുക്കുക, നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പയ്യോളി കിച്ചൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.